ആത്മീയ തലത്തിൽ തന്നെ ഉയർന്നു നിൽക്കുന്നവരിൽ നിന്ന് വളരെ റിജിഡായിട്ടുള്ള നമ്മൾ പ്രതീക്ഷിക്കുന്ന കാണുമ്പോൾ പോലുള്ള അല്ല, അല്ലാതെ നമ്മൾക്ക് കിട്ടുന്ന ഒരു റിയാക്ഷൻ ഇത്തിരി റിജിഡായിട്ടായിരിക്കും. അതെന്തുകൊണ്ടാ? അവര് ഇന്ന ചക്രയില് ബ്ലോക്ക് ആണെന്ന് ആണ് ഗുരുജി പറഞ്ഞതെന്ന് മനസ്സിലായത്. അത് എന്തുകൊണ്ട് അവരത് തിരിച്ചറിയുന്നില്ല? തിരിച്ചറിഞ്ഞത് ക്ലിയർ ശരിക്കും ചെയ്യണം. അതെ. നല്ലൊരു അത് ചോദ്യമാണ്. അത് അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. അതെ. കാരണം നമ്മൾ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ഉം. നമ്മൾ പ്രതീക്ഷിക്കുന്നത് വളരെ ആത്മീയമായ ഉയർന്ന തലത്തിലുള്ള ആളുകളുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഉം. നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവരിൽ നിന്നൊരു കാരുണ്യവും സ്നേഹവും അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹവും അതെ, ഒക്കെയാണ്. അതെ, തീർച്ചയായും. പക്ഷെ പലപ്പോഴും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അതെ, അതെ. എക്സ്പീരിയൻസ് ആയിരിക്കും. അതെ. അതിന്റെ കാരണം എന്ന് പറയുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യം ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം ആത്മീയ തലങ്ങളിലേക്ക് ഉയരണം, അല്ലെങ്കിൽ ഒരു ഗുരുവായി മാറണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങളിലൂടെ കടന്നു പോകും. സാധനങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവര് ഒരുപാട് സാധനങ്ങൾ ചെയ്ത് ഒരുപാട് അറിവുകൾ സമ്പാദിക്കും, ഒരുപാട് ധ്യാനവും മെഡിറ്റേഷനും ഒക്കെ ചെയ്ത് ഒരുപാട് പവറുകളൊക്കെ ഉണ്ടാക്കിയെടുക്കും. പക്ഷെ അവരിലെല്ലാം ഈ പറഞ്ഞ ആ ഒരു താഴത്തെ 3 ചക്രങ്ങളിലാണ് അവർ കോൺസെൻട്രേറ്റ് ആയിട്ടിരിക്കുന്നത്. അതിനെ കടക്കാനായിട്ടുള്ള വഴികൾ അവർ നോക്കാറില്ല. അതായത് അനാഹത്തിലേക്ക് അവര് കടന്നു വരുന്നില്ല എന്നുള്ളതാണ് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പൊ അനാഹത്തിലേക്ക് കടന്ന് അവിടെ വർക്ക് ചെയ്ത് അവിടെ ധ്യാനിച്ച് അവിടെ വർക്ക് ചെയ്ത് അതിനെ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഒരാളിൽ മാത്രമേ ഈ പറഞ്ഞ പോലെയുള്ള അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം ഉണ്ടാവുള്ളൂ.